ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കുളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഫിഷിങ്ങും കുക്കിംഗ് ആയിട്ടുള്ള വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകും നമ്മുടെ കുളത്തിൽ മീനിട്ടതൊക്കെ, മീൻകുട്ടികളിട്ടതൊക്കെ. അപ്പോൾ നമുക്ക് ആ മീനുകളുടെ ഏകദേശം സൈസും പിന്നെ നമുക്കൊരു വലിയ മീൻ ഫിഷ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കുക്കിംഗ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ടൈപ്പ് കുക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പാടത്തേക്ക് എരേനെ പിടിക്കേണ്ടി വന്നു. വെള്ളം കുറവായതുകൊണ്ട് എരേനൊക്കെ കിട്ടാൻ സുഖമാണ്. പിന്നെ അതുപോലെ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് റോഡ് റീകളെന്നല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാ ചൂണ്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂണ്ടയുള്ള എരേനെ നമ്മൾ പാടത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എരേനെ ചൂണ്ടറ പോലെ ഒന്ന് കോർക്കണം. നമ്മുടെ പഴയ ചൂണ്ടയാണ്. നമ്മൾ എന്തായാലും എരേനെ ഇതിൻ്റെ ഉള്ളിൽ കോർക്കാം. നമ്മൾ ഒരു എരേനെ വലുതിനെ നോക്കി പിടിച്ചിട്ടുണ്ട്. എരേനെ നമ്മുടെ കുളത്തിൽ ഇപ്പോൾ ഉള്ള മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിലോപ്പിയും നെട്ടറാണുള്ളത്. പിന്നെ കുറേ പരലോലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ട് നോക്കി വെക്കാം. വലുതിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കാം. നമുക്ക് എന്തായാലും ഇട്ട് നോക്കി വെക്കാം. ഞാൻ നമ്മളെ കുളത്തിലുള്ളത് ഓക്കെ. അപ്പോൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ചൂണ്ടയാണ് എടുത്തുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൂണ്ടിടാറ്. അപ്പം എന്തായാലും നമുക്ക് ഇട്ടേക്ക് വെക്കാം. നമ്മൾ ചൂണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മിസ്സായി. അപ്പോൾ നമ്മുടെ മീന് കൊളുത്തിനാന്നു, അത് മിസ്സായി. നമുക്ക് ഒന്നുകൂടി ഇട്ട് വയ്ക്കുക. വലിച്ച് കിട്ടിയില്ല. എരേനെ കൊണ്ട് പോയി. അപ്പം നമ്മൾ അടുത്ത എരേനെ കോർക്കാം കേട്ടോ. നമ്മൾ അടുത്തൊരു എരേനെ കോർത്തുണ്ട്. ഏകദേശം നല്ല മീനിനെ ഒരു 700 ഉണ്ടാവും പിലോപ്പിയ. നമ്മുടെ സെറ്റാക്കിയിട്ടുണ്ട്. മഞ്ഞെടുക്ക്. അപ്പം ഇത് നമ്മുടെ പിലോപ്പിനാണ് കിട്ടിയത്. ചെറിയ ഉക്കിപ്പോൾ ചെറിയ ഉക്കാണ് കേട്ടോ. ആണോ, ഈ സൈഡിലാണ് കൊളുത്തിയത്. അപ്പോൾ നമ്മൾ ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു പിലോപ്പിനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനെ കൊളുത്തിക്കിടാം. ഇതിനെ പിടിക്കുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഈ മുള്ള് കണ്ടോ, ഈ മുള്ള് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കയ്യിൻ്റെ മുകളിൽ കയറിയാൽ നല്ല പണി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ കൊളുത്തിക്കിടാം. ഇവിടെയല്ലേ
നമ്മളവനെ ആദ്യത്തെ അപ്പോൾ കിട്ടിയത് ചെറിയ മീനാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇട്ടേക്കൊക്കെ ഒരു വലിയ മീൻ കിട്ടുമെന്ന്. ഏത് മീനാണ്? മീൻ അടിച്ചിട്ടുണ്ട്. പിലോപ്പിയുടെ മോനെ മീൻ നോക്കിയിട്ട് എടുക്കട്ടോനെ. നമ്മുടെ മീനെ കിട്ടിയിട്ടുണ്ട്. നട്ടറിനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. നമ്മൾ മീനെ മെല്ലെ കയറ്റാണ് കേട്ടോ, അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുളത്തെടുക്കണം. നമ്മൾ കുളത്തിങ്ങനെ എടുക്കാൻ പാടില്ല. റെഡിക്ക് നമ്മൾ ഇതിനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൈ സീനാവാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല കടിക്കണ മീനാണ് കേട്ടോ നട്ടർ. നമ്മൾ നോക്കി ഇങ്ങനെ എടുത്തില്ലെങ്കിൽ കയ്യെ പണി കിട്ടും. നമ്മുടെ മീനെ ഏകദേശം കണ്ടില്ലേ. നമ്മുടെ മീനെ കിട്ടിയിട്ടുണ്ട്. അത് വിചാരിച്ച പോലെ നട്ടറിനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. നട്ടറിനെ കിട്ടി. നമുക്ക് നല്ലൊരു സൈസുള്ള നട്ടറിന് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു മീനിനെ മതി. നമ്മളധികം ആൾക്കാരൊന്നും ഇല്ല. നല്ലപോലെ വൃത്തിയാക്കാണ്ട് അന്നേരം വൃത്തിയാക്കണ പരിപാടിക്കും കിടക്കാം. മീന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും മീനെ ഒന്ന് കഴുകിയെടുക്കാണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വേസ്റ്റ് ഇതൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വെള്ളത്തിലൊന്നും നന്നായിട്ട് കഴുകിയെടുക്കാണ്ട്. വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഇവിടുത്തെ ഈ ചോരയും ഇതൊക്കെ ഒന്ന് കളയണം. നമുക്കിനി മീനിൻ്റെ മുകളിലത്തെ ഒന്നും കൂടി നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതായത് കല്ലുപ്പിട്ടിട്ട് ഒന്നുകൂടി വരയ്ക്കണം നന്നായിട്ട്. ഓക്കെ അല്ലേ. നമ്മുടെ മീൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വെറൈറ്റി രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഉള്ളിലൊക്കെ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരഞ്ഞിട്ട് വരയിട്ടിറക്കണം. അതായത് ഉള്ളിലേക്ക് ഒന്നുകൂടി മസാല പിടിക്കണം. ഈ പുറം ഭാഗത്ത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരയിട്ടിറക്കാം. എത്ര ടിപ്പ് മതി പോനെ? അപ്പോൾ നമ്മുടെ മീൻ വരട്ട് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് വരട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇതിലുള്ള മസാല കൂട്ടാം. അപ്പോൾ അവിടെ മീനിലേക്ക് മസാല കൂട്ടാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്ര ടേബിൾ സ്പൂണൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയുള്ള ചെറിയ പേസ്റ്റ് ആക്കിയത്, അതുപോലെ പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലും അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നമ്മൾ ഈ ബേസനിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കുറച്ച് എല്ലാം കൂടി ഇട്ടുണ്ട്. ഇത് നമുക്ക് മീനിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പില. എല്ലാം കൂടി ഇന്ന് തന്നെ മിക്സ് ചെയ്യാൻ വെച്ചു. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റിയിട്ട് ഇലയ്ക്ക് മാറ്റിയിട്ടുണ്ട്. മസാല ഇത്തിരി കൊണ്ട് നമ്മൾ ഇതാൻ വേണ്ടി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കനം കുറയാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ മീനിലേക്ക്
അപ്ലൈ ചെയ്യാം. ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഈ ഭാഗത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മറിച്ചിടാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും വയ്ക്കാം. മീൻ നമുക്ക് കേടി അപ്പോൾ നമ്മുടെ മസാല കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് മസാലയായിരുന്നു നമ്മൾ എടുത്തത്. വെള്ളതും കൂടി നമുക്കിവിടെ തേച്ചിട്ട് മീനെ കുറച്ച് നേരം എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ മസാല നന്നായിട്ട് തേച്ച് സെറ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഇതിനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അടുപ്പൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ വെറൈറ്റി രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. അടുപ്പ് നമ്മൾ വെറൈറ്റി സാധനമാണ് നമ്മൾ സെറ്റാക്കില്ല കേട്ടോ. കണ്ടറിയാൻ പറ്റും. നമ്മൾ ഗ്രാനൈറ്റിൻ്റെ സാധനം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ മീൻ ചുടാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിയാം. കല്ല് ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടി മസാലയൊക്കെ പിടിക്കും. ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലല്ല വെക്കണം മീനെ. നമ്മൾ ഈ ഒരു ഇല മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ട് നല്ല ചൂടായിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി ഇല വയ്ക്കാൻ പോവാണ്. നമ്മുടെ മീൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിടണം. അപ്പോൾ നമ്മൾ മീൻ ഒരു ഭാഗം വെന്തിട്ട് മറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി മീനെ മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. മീൻ കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ പൊട്ടി. നമ്മൾ കറക്റ്റ് പരമാവധി എല്ലാം കറക്റ്റിലെടുക്കാൻ നോക്കി. പക്ഷേ നമ്മുടെ മീൻ നന്നായി വെന്തപ്പോൾ ആറ്റുഭാഗം പൊട്ടി. എന്തായാലും നമ്മുടെ മീൻ രണ്ട് സൈഡും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ കുക്കായി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. പ്ലേറ്റിലൊന്ന് ചെറുതായിട്ട് മീനൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മീനിൻ്റെ മേലൊന്ന് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ മീറ്റ്. അതിൻ്റെ ചൂടുണ്ട്. പീസെടുത്ത് നോക്കി നോക്കാം. നമ്മൾ കുറച്ച് നേരം മീനെ വെച്ചോണ്ട് ഒരു അരമണിക്കൂർ നേരം നമ്മൾ മസാല കൂടി വെച്ചോണ്ട് നല്ല ഉപ്പ് ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. മസാല ഉള്ളിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടും പിന്നെ അതിൻ്റെ മുകളിൽ അതിലേക്ക് വിട്ട് വെച്ചുകൊണ്ടും നമ്മുടെ മീൻ അടിയൊന്നും പിടിച്ചിട്ടില്ല. കറക്റ്റ് സാധനം നേരിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച നമ്മുടെ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി നമുക്ക് മീനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം.
നമ്മുടെ പിള്ളേരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ നമ്മുടെ ക്യാമറ മുന്നിലേക്ക് വന്നില്ല. പക്ഷേ ക്യാമറ ഓഫാക്കിയപ്പോൾ നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഇപ്പോഴത്തെ. മീൻ അലക്കാർക്ക് ഒരു ഇതുണ്ടായില്ല ക്യാമറ ഓഫാക്കിയപ്പോൾ. എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ അടുത്തടുത്ത വീഡിയോയിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനലൊന്നുകൂടി പറയാണ്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം.